ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദിയുടെ ഭാഗമായി വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ വള്ളികുന്നത്ത് ഗുരുവന്ദനം എന്ന പേരിൽ സന്യാസി സംഗമം നടത്തി. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദിയുടെ ഭാഗമായി വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ വള്ളികുന്നത്ത് ഗുരുവന്ദനം എന്ന പേരിൽ സന്യാസി സംഗമം സംഘടിപ്പിച്ചു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം നിർവഹിച്ചു. അവൈദികമായ അന്ധകാരം കൊണ്ട് വേദം അറിവാണ്, അറിവ് പ്രകാശമാണ്. അവൈദികം എന്ന് പറയുമ്പോൾ വേദവിരുദ്ധമായി പ്രസരിച്ച ഇരുട്ടുകൊണ്ട് തീർത്തും ഭ്രാന്താലയ സദൃശമായിരുന്ന അവസ്ഥയിൽ നിലനിന്നു നമ്മുടെ നാട്. അതിനെ തീർത്ഥാലയ സദൃശമായ അവസ്ഥയിലേക്ക് ഉയർത്താൻ കുറേ നവോത്ഥാന നായകന്മാരായ മഹാപുരുഷന്മാർ ഒന്നിച്ചവതരിച്ചു. അവരുടെ പേരെല്ലാം പറയാൻ പുറപ്പെട്ടാൽ പലരെയും വിട്ടുപോവുക എന്ന കൃതഘ്നത സംഭവിക്കും. അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പലരെയും വിട്ടുപോവുക എന്നുള്ള ദോഷം സംഭവിക്കും. എങ്കിലും ഒന്ന് നിസ്സംശയം പറയട്ടെ, അത്തരം ആചാര്യശ്രേഷ്ഠന്മാരിൽ പ്രാതഃസ്മരണീയനായിട്ട് നമ്മുടെ മുമ്പിൽ ജ്വലിക്കുന്ന മഹാപുരുഷനാണ് ചട്ടമ്പിസ്വാമികളുടെ ഒരു വലിയ വിഗ്രഹം ഈ 13-ാം തീയതി ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ്. ആ വിഗ്രഹവും ആ മണ്ഡപവും അതിന് താഴെയുള്ള ചട്ടമ്പിസ്വാമികളുടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ അടങ്ങുന്ന ക്ഷേത്രവും വിദ്യാധിരാജ വിശ്വ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തുടക്കം മാത്രമാണ്. അതിന് പിന്നിലോട്ട് അതിന് ശേഷം ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളായാലും മറ്റ് നിരവധി അനുബന്ധ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമികളുടെ എന്ന മഹാഗുരുവിനെ ഈ ലോകത്തിൻ്റെ മുന്നിൽ ഇനി മായാത്ത മുദ്ര പതിപ്പിക്കുന്ന തരത്തിലേക്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഗ്രന്ഥം എഴുതിയവർ മഹാകർമ്മമാണ് ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആ ഗ്രന്ഥം എഴുതിയതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഗ്രന്ഥം എഴുതിയത് കൊണ്ടോ ആശ്രമത്തിൽ പൂജിച്ചത് കൊണ്ടോ സ്വാമികളെ ലോകമറിയില്ല. ലോകമറിയണമെങ്കിൽ ലോകത്തിലേക്ക് എത്തിക്കണം. അതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ 10-11 വർഷമായി വിദ്യാധിരാജ ഇന്റർനാഷണലും അതിൻ്റെ പ്രവർത്തകരും, പ്രത്യേകിച്ചും അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആശയപരമായും ഇതിൻ്റെ പ്രവർത്തനപരമായുള്ള നേതൃത്വം കൊടുത്ത് തീർച്ചയായിട്ടും വിദ്യാധിരാജ ഇന്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറൽ ശ്രീ പെരുമറ്റൻ രാധാകൃഷ്ണനും ഞങ്ങളെ എല്ലാത്തിനും എല്ലായ്പ്പോഴും നയിക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവനുമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷനായി. സന്യാസി സംഗമത്തിൽ ചിന്മയ മിഷൻ അധ്യക്ഷൻ വിവിക്താനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതി ബ്രഹ്മപാദാനന്ദ സരസ്വതി, വേദാമൃതാനന്ദപുരി സ്വാമി നന്ദാത്മജാനന്ദ, ആധ്യാത്മാനന്ദ സരസ്വതി, സത് സ്വരൂപാനന്ദ സരസ്വതി, സ്വാമി ഹരിഹനാനന്ദ സരസ്വതി, ഡോക്ടർ ധർമാനന്ദ സ്വാമി, സ്വാമി അയ്യപ്പദാസ് തൊടുപുഴ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹരികൃഷ്ണൻ ഹരിദാസ് രചിച്ച പുസ്തകം സ്വാമി ചിദാനന്ദപുരി ഡോക്ടർ DM വാസുദേവന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. വിദ്യാധിരാജ ഇന്റർനാഷണൽ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് GP രവീന്ദ്രൻ നായർ, P ചന്ദ്രശേഖരൻ നായർ, സോജ ബേബി, R ചന്ദ്രൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് വിഷ്ണുലാൽ, VL അനന്തൻ, R പിള്ള, KG രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. TD വിജയൻ നായർ സ്വാഗതവും അഡ്വക്കേറ്റ് ഭാവന നന്ദിയും പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, ചാരുമൂട്.